നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രൗഢഗംഭീരമായ വാർത്തയെ കുറിച്ചാണ്. ഇന്ത്യൻ എയർഫോഴ്സ്, അതായത് നമ്മുടെ അഭിമാനമായ IAF, ഇപ്പോൾ ലോകത്ത് ശക്തമായ മൂന്നാമത്തെ എയർഫോഴ്സായി റാങ്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നൊരു സന്തോഷ വാർത്തയാണ്. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടത് തീർച്ചയായും ശരിയാണ്. ഒരു പുതിയ അന്താരാഷ്ട്ര റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ എയർഫോഴ്സ് ഇപ്പോൾ ചൈനയെ പിന്തള്ളിയിരിക്കുന്നു, മൂന്നാമതായി എത്തിയിരിക്കുന്നു. ഈ റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത് വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് WDMMA എന്നൊരു സ്ഥാപനമാണ്. അവരാണ് ഇതിന്റെ ഒരു നേരത്തെ തുടങ്ങിയ ഒരു റാങ്കിങ് ഒക്കെ പുറത്തിറക്കുന്ന ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ ഒരു ഏജൻസിയാണ്. അവരുടെ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ലോകത്തിലെ ടോപ്പ് 5 എയർഫോഴ്സുകൾ ഇവയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അഥവാ US എയർഫോഴ്സ് ആണ് ആദ്യം. രണ്ടാമത് റഷ്യൻ എയറോസ്പേസ് ഫോഴ്സ്, അതായത് റഷ്യൻ എയർഫോഴ്സ്. മൂന്നാമത് ഇന്ത്യൻ എയർഫോഴ്സും. നാലാമത് ചൈനീസ് എയർഫോഴ്സും. അഞ്ചാമത് ജപ്പാന്റെ എയർഫോഴ്സും ആണെന്നാണ്. അതായത് നേരത്തെ മൂന്നാമത് ചൈനയുടെ ആയിരുന്നു, ഇപ്പോൾ ചൈനയെ പിന്തള്ളി നാം ആയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ പോലെ തന്നെ ഒരു സംശയം ഉണ്ടായിരിക്കും. ഇത് വാർത്തയിട്ടപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായി. എങ്ങനെയാണ് IAF, അതായത് ഇന്ത്യൻ എയർഫോഴ്സ്, ചൈനയെ പിന്തള്ളി മുന്നിലെത്തിയിരിക്കുന്നത്? അവർക്കാണ് കൂടുതൽ വിമാനങ്ങൾ ഉള്ളതെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിന്റെ ഒരു റാങ്കിങ് ഒക്കെ തയ്യാറാക്കുന്നത് അതിന്റെ ആ ഒരു ബേസിലല്ല. നമ്മുടെ അടുത്ത് കുറെ സാധനങ്ങളുണ്ട്, പക്ഷെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിലും. അപ്പോൾ കൂട്ടുകാരെ, ഈ റാങ്കിങ് എയർക്രാഫ്റ്റുകളുടെ എണ്ണത്തിൽ മാത്രമല്ല, ഇവരുടെ റിപ്പോർട്ട് പ്രകാരം ഒരു വളരെ ഒരു റേറ്റിംഗ് സിസ്റ്റം തന്നെ ഇവർക്കുണ്ട്. ആ ഒരു വിമാനങ്ങളുടെ പ്രവർത്തനക്ഷമത, പൈലറ്റർമാരുടെ പരിശീലനം, സാങ്കേതിക നവീകരണം, എയർബേസുകളുടെ വിന്യാസം, മെയിൻ്റനൻസ്, ലോജിസ്റ്റിക് ശേഷി, ഇത്തരം കാര്യങ്ങൾ അവർ അവലോകനം ചെയ്തുകൊണ്ടാണ് ഒരു റാങ്കിങ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇവയിലെല്ലാം ഇന്ത്യ മികച്ചതാണ്. ഇവയെല്ലാം ഇന്ത്യയുടെ എയർഫോഴ്സ് മൂന്നാം സ്ഥാനം, ഇവയിലെല്ലാം മികച്ചതായിട്ട് ആയിക്കൊണ്ടാണ് ഇന്ത്യ എയർഫോഴ്സ് മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് എന്ന് നമുക്ക് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും ഒരു അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതൊരു ചെറിയ വിജയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയുടെയും പ്രത്യേകിച്ച് സാങ്കേതിക പുരോഗതിയുടെയും പൈലറ്റർമാരുടെ കഴിവും ഒരു ലോകം അംഗീകരിച്ചതിനുള്ള കൃത്യമായ തെളിവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഈ വാർത്ത കേട്ടപ്പോൾ കൃത്യമായി സന്തോഷമായില്ലേ? അതായത് ചൈനയുടെ കുറെ പഴക്കം ചെന്ന സാധനങ്ങൾ ഉണ്ടെന്നാണ് സത്യം. ചൈനയേക്കാൾ മുന്നിലെത്താൻ ഇന്ത്യയെ സഹായിച്ച ഘടകങ്ങളെ കുറിച്ച് നാം നോക്കുകയാണെങ്കിൽ, മികച്ച ട്രെയിനിങ് സ്റ്റാൻഡേർഡ്, സുഖോയ് MK, റാഫേൽ പോലുള്ള അത്യാധുനിക വിമാനങ്ങൾ, നൂതന റഡാർ സിസ്റ്റം, സജ്ജമായ എയർബേസുകൾ, അതാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കാണുന്നത്. യുദ്ധസജ്ജമായ, അതായത് പ്രവർത്തനക്ഷമതമായ എയർഫോഴ്സുകൾ, അതായത് നൂതനമായ റഡാർ സംവിധാനവും ഒക്കെ ഇന്ത്യ ചൈനയേക്കാൾ കടത്തിവെട്ടി എന്നാണ് പറയുന്നത്. ഇത് നമ്മൾക്കെല്ലാവർക്കും ഒരു അഭിമാനിക്കാവുന്ന, ഒരു അംഗീകരിക്കാവുന്ന നിമിഷമാണ്. ലോകം ഇനി ഇന്ത്യൻ എയർഫോഴ്സിനെ നോക്കുമ്പോൾ ഒരു തേർഡ് മോസ്റ്റ് പവർഫുൾ എന്ന പദവിയുടെ, അതായത് ലോകത്തിലെ ഒരു മൂന്നാമത്തെ ശക്തി, എയർഫോഴ്സിലെ ശക്തി എന്ന രീതിയിലാണ് നോക്കുന്നത്. പലർക്കും അറിയില്ല നമ്മുടെ സൈനിക ശേഷിയൊന്നും, പല ലോകരാജ്യങ്ങൾക്കും അറിയില്ല. ഇന്ത്യയുടെ ആകാശത്തോളം ഉയർന്ന ഈ വിജയം എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കും. നമ്മളുടെ എല്ലാവരുടെയും വിജയം തന്നെയാണ് ഇത്. ഇന്ത്യൻ എയർഫോഴ്സിന് നാം കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു സല്യൂട്ട് തന്നെയാണ്. ഇത്ര കൃത്യമായി ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് തോന്നുന്നെങ്കിൽ നമ്മുടെ ദേശാഭിമാനത്തിന്റെയും ഇന്ത്യൻ എയർഫോഴ്സിന്റെയും വേണ്ടി ഒരു കമന്റ് ഇടുക. ഇനിയും ഇങ്ങനെയുള്ള ഒരു പ്രൗഢഗംഭീരമായ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട്, ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരു കൃത്യമായ ഒരു സല്യൂട്ട് കൊടുത്തുകൊണ്ട്, പൈലറ്റുമാർക്ക് എല്ലാവർക്കും ഒരു സല്യൂട്ട് കൊടുത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാമെന്ന വിശ്വാസത്തോടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.